ദിനംപ്രതി നൂറുകണക്കിന് രോഗികളെ പരിചരിക്കുന്ന മലപ്പുറം മാറാക്കരയിലെ റെഡ് സ്റ്റാറിന്റെ പുതിയ സംരംഭമായ പകൽ വീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥം ഒരുക്കിയ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത നാട് 22,000-ലധികം ബിരിയാണി പൊതികളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. ബിരിയാണി ചലഞ്ചിന് നാട്ടിലെ ആഭാലവൃദ്ധം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയാണ് നൽകിയത്. കഴിഞ്ഞ 9 വർഷത്തോളമായി മാറാക്കരയിൽ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമാണ് റെഡ് സ്റ്റാർ മാറാക്കര. വീടുകളിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്നും മോചനം നൽകി മാനസികോല്ലാസത്തോടെ തങ്ങളുടെ സമപ്രായക്കാരോടൊപ്പം പകൽ സമയങ്ങളിൽ ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനുമുള്ള പുതിയ പദ്ധതിക്കാണ് റെഡ് സ്റ്റാർ തുടക്കം കുറിക്കുന്നത്. പകൽ വീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഇത് നാട് ഏറ്റെടുക്കുകയായിരുന്നു. റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ പഞ്ചായത്തുകളിലെ വിവിധ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബിരിയാണി ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത്. ചലഞ്ചിന് നാട്ടിലെ ആഭാലവൃദ്ധം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയും നൽകി. ഇപ്പോൾ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് സ്റ്റാർ മാറാക്കര രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വീട്ടകങ്ങളിൽ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കര മനസ്സിലാക്കുകയും അപ്പോൾ അവർക്കൊരു പകൽ വീട്, അവർക്ക് പകൽ സമയങ്ങളിൽ വന്നിരിക്കാനും അവർക്ക് അതിനു വേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ, അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പകൽ വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പം റെഡ് സ്റ്റാർ അവതരിപ്പിച്ചത്. മുക്കിലപീടിക യാഫ ക്ലബ്ബ്, ലൈഫ് ലൈൻ രണ്ടത്താണി, സിറ്റി കാറ്ററിംഗ് പെരുങ്കുളം തുടങ്ങിയവർ സൗജന്യമായാണ് ബിരിയാണി പാചകം ചെയ്തു നൽകിയത്. വിവിധ കോളേജ് വിദ്യാർത്ഥികളും ഉദ്യമത്തിൽ പങ്കാളികളായി. ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും റെഡ് സ്റ്റാർ മാറാക്കര നന്ദി പറഞ്ഞു. മലബാർ ടൈംസ്, കാടാമ്പുഴ.